2023 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ. ചരിത്രപണ്ഡിതനും അധ്യാപകനുമായ M.R. രാഘവ വാര്യർക്കും കേരളത്തിലെ പ്രശസ്ത നാടകകൃത്തായ C.L. ജോസിനും വിശിഷ്ടാംഗത്വം ലഭിച്ചു. ഹരിദാസ് സാവിത്രി എഴുതിയ സിൻ മികച്ച നോവലിനുള്ള പുരസ്കാരം നേടി. കൽപ്പറ്റ നാരായണന്റെ തിരഞ്ഞെടുത്ത കവിതകൾ കവിതാ വിഭാഗത്തിലും N. രാജന്റെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ചെറുകഥാ വിഭാഗത്തിലും പുരസ്കാരങ്ങൾ നേടി. നാടക വിഭാഗത്തിൽ ഗിരീഷ് C. പാലത്തിന്റെ E for ഇഡിപ്പസ് അർഹമായി. സാഹിത്യ വിമർശനത്തിന് P. പവിത്രന്റെ ഭൂപടം തലതിരിയുമ്പോൾ, വൈജ്ഞാനിക സാഹിത്യത്തിന് B. രാജീവന്റെ ഇന്ത്യയെ വീണ്ടെടുക്കൽ എന്നിവ അർഹമായി. ജീവചരിത്രത്തിന് K. വേണുവിന്റെ ഒരന്വേഷണത്തിന്റെ കഥ, യാത്രാവിവരണത്തിന് നന്ദിനി മേനോന്റെ ആംചോ ബസ്തർ അർഹമായി. വിവർത്തനത്തിന് A.M. ശ്രീധരന്റെ കഥാകഥികെ, ബാല്യസാഹിത്യത്തിന് ഗ്രേസി എഴുതിയ പെൺകുട്ടിയും കൂട്ടരും അർഹമായി. ഹാസ്യസാഹിത്യത്തിന് സുധീഷ് വാരനാടിന്റെ വാരനാടൻ കഥകൾ പുരസ്കാരം നേടി. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം K. V. കുമാരൻ, പ്രേമ ജയകുമാർ, P. K. ഗോപി, ബക്കളം ദാമോദരൻ, M. രാഘവൻ, രാജൻ തിരുവോത്ത് എന്നിവർക്കും മികച്ച ഉപന്യാസത്തിനുള്ള B. കുമാർ അവാർഡ് K. C. നാരായണന്റെ മഹാത്മാഗാന്ധിയും മാധവിക്കുട്ടിയും എന്ന കൃതിക്ക് ലഭിച്ചു. വൈദിക സാഹിത്യത്തിനുള്ള K. R. നമ്പൂതിരി അവാർഡ് K. N. ഗണേശിന്റെ തഥാഗതൻ, വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള G. N. പിള്ള അവാർഡ് ഉമ്മുൽ ഫായിസയുടെ ഇസ്ലാമിക ഫെമിനിസത്തിനും ലഭിച്ചു. ചെറുകഥയ്ക്കുള്ള ഗീതാ ഹിരണ്യൻ പുരസ്കാരം സുനു എ.വിയുടെ ഇന്ത്യൻ പൂച്ചയ്ക്കും യുവകവിതാ അവാർഡ് ആദിയുടെ പെണ്ണപ്പനും ലഭിച്ചു. സാഹിത്യ വിമർശനത്തിനുള്ള പ്രൊഫസർ M. അച്യുതൻ അവാർഡ് O. K. സന്തോഷിനും, തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരത്തിന് K. T. പ്രവീണിന്റെ സീത, എഴുത്തച്ഛന്റെയും വാൽമീകിയുടെയും കുമാരനാശാന്റെയും എന്ന കൃതിക്ക് ലഭിച്ചു.